പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഡബ്ല്യുഡബ്ല്യുഇയുടെ അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ബാഡ് ബ്ലഡിൽ നടക്കാൻ പോകുന്ന സൂപ്പർ ടാഗ് ടീം മത്സരത്തിൻ്റെ ആ മത്സരത്തിൽ എന്തൊക്കെയാണ് നടക്കാൻ സാധ്യത എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ 3 പോയിന്റുകളാണ് നമുക്ക് ഈ മത്സരത്തിൻ്റെ ഇടയിൽ നടക്കാനുള്ള ചില സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളായി പങ്കുവെക്കാനുള്ളത്. അപ്പോൾ റോമൻ റിയൻസും നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ഡബ്ല്യുഡബ്ല്യുഇ ചാമ്പ്യനുമായ കോഡി റോഡ്സ് ടീമാകുമ്പോൾ റോമൻ റിയൻസ് കോഡി റോഡ്സിനെയോ അല്ലെങ്കിൽ കോഡി റോഡ്സ് റോമൻ റിയൻസിനെയോ ചതിക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് പലരും ചോദിച്ചിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നു. റോമൻ കോഡിയെയോ കോഡി റോമനെയോ ചതിക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല. മികച്ച ഒരു ടാഗ് ടീം മത്സരം തന്നെ ബാഡ് ബ്ലഡിൻ്റെ മെയിൻ ഇവൻറ്റിലെ ഈ ഒരു സൂപ്പർ ടാഗ് ടീം മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി സ്റ്റോറി ലൈൻ പ്രകാരം നടക്കാൻ സാധ്യതയുള്ള 3 പോയിന്റുകളിലേക്ക് വരികയാണെങ്കിൽ, ഒന്നാമത്തേത് ഏതെങ്കിലും ഒരു താരത്തിൻ്റെ തിരിച്ചുവരവ് ഈ സ്റ്റോറി ലൈൻ്റെ ഭാഗമായി കാണാൻ സാധിച്ചേക്കാം എന്നുള്ളതാണ്. മിക്കവാറും അത് ജിമ്മി ഊസോയുടെ തിരിച്ചുവരവ് ആയിരിക്കുമെന്നും റോമൻ റിയൻസ് കോഡി റോഡ്സ് തുടങ്ങിയവരുടെ ഒരു വിജയശേഷം ഈ ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് ഒന്നടങ്കം റോമനെയും കോഡിയെയും ബ്രൂട്ടലായി ആക്രമിക്കുന്ന സമയത്ത് റോമനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും ജിമ്മി ഊസോയുടെ തിരിച്ചുവരവ് നടക്കുക. റോമനെയും കോഡിയെയും സേവ് ചെയ്ത് നിൽക്കുന്ന ജിമ്മി ഊസോയുടെ ആ ഒരു ഭാഗം കൂടി കാണിച്ച് ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റ് അവസാനിക്കുന്നതായിരിക്കും നമുക്ക് മിക്കവാറും കാണാൻ സാധിക്കുക എന്നുള്ള ഒരു പോയിൻ്റാണ് പങ്കുവെക്കാനുള്ളത്. രണ്ടാമത്തേത് ബ്ലഡ് ലൈൻ ഗ്രൂപ്പിലേക്ക് പുതിയ മെമ്പർ വരാനുള്ള സാധ്യതയാണ്. ബ്ലഡ് ലൈൻ ഗ്രൂപ്പിലേക്ക് പുതിയ മെമ്പർ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഡബ്ല്യുഡബ്ല്യുഇ ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ള ഹിക്കലയോ എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ് പങ്കുവെക്കുന്നത്. ഹിക്കലയുടെ ഒരു സഹായം മൂലം സോളോ സിക്കോവയും ജേക്കബ് ഫാറ്റുവും വിജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും സോളോ സിക്കോവയുടെയും ജേക്കബ് ഫാറ്റുവിൻ്റെയും ടീം പൂർണ്ണമായി ഈ മത്സരത്തിൽ വിജയിക്കുമെന്ന് ഞാൻ പറയില്ല. മത്സരശേഷം വേണമെങ്കിൽ ഹിക്കലയുടെ ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാം. റോമൻ റിയൻസിനെയും കോഡിയെയും ആക്രമിക്കുന്നത് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ഈ ബ്ലഡ് ലൈനിലെ 5 പേരും ചേർന്നുകൊണ്ട് റോമനെയും കോഡിയെയും ആക്രമിക്കുന്ന ആ ഒരു പൊസിഷൻ കാണിച്ചുകൊണ്ട് ബ്ലഡ് ലൈൻ ഗ്രൂപ്പിന് കുറച്ചും കൂടി മൊമെൻറ്റം കൊടുത്തുകൊണ്ട് ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റ് അവസാനിപ്പിക്കാൻ സാധിക്കും. പിന്നീട് നടക്കുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ജിമ്മി ഊസോയെ തിരികെ കൊണ്ടുവന്നാലും അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ കണക്ഷൻ കിട്ടും. മറ്റൊരു വിദൂരമായിട്ടുള്ള ഒരു സാധ്യതയുള്ളത് ദി റോക്കിൻ്റെ അപ്പിയറൻസിനാണ്. റോക്ക് ഒക്ടോബർ നവംബർ മാസങ്ങളോടുകൂടി ഡബ്ല്യുഡബ്ല്യുഇയിൽ ആക്റ്റീവ് ആകുമെന്നുള്ള തലത്തിലുള്ള ഒരു റൂമറൊക്കെ കഴിഞ്ഞ ആഴ്ച പുറത്തേക്ക് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ മെയിൻ ഇവൻറ്റ് മത്സരത്തിൻ്റെ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ റോക്ക് വരികയും റോക്ക് റോമൻ്റെ ടീമിനെയാണോ അതോ ഈ സോളോയുടെ ടീമിനെയാണോ രക്ഷിക്കാൻ നിൽക്കുന്നത് എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കുകയും പെട്ടെന്ന് സോളോയുടെ ടീമിനെ രക്ഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ഈ മത്സരം വിജയിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മത്സരത്തിൻ്റെ ഗതി മാറ്റുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ റോക്ക് സോളോ സിക്കോവയെ സഹായിക്കുന്നതിലൂടെ റോക്ക് വേഴ്സസ് റോമൻ സ്റ്റോറിക്ക് ഒരു തുടക്കം കുറിക്കാൻ സാധിക്കും. കൂടാതെ റോക്ക് പറഞ്ഞിട്ടാണ് സോളോ സിക്കോവ ബ്ലഡിൻ്റെ ട്രൈബൽ ചീഫ് ആയത് എന്നുള്ളൊരു രീതിയിലേക്ക് സ്റ്റോറി അവർക്ക് ബിൽഡ് ചെയ്യാനും സാധിക്കും. അതിൻ്റെ കുറച്ച് സാധ്യതകളുമുണ്ട്. പക്ഷേ റോക്കിൻ്റെ ഒരു വരവിൻ്റെ ഒരു സാധ്യത ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. മറ്റ് 2 കാര്യങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ടാഗ് ടീം മത്സരത്തെ സംബന്ധിച്ച് നടക്കാൻ സാധ്യതയുള്ള 3 പോയിന്റുകൾ, 3 കാര്യങ്ങൾ. നിങ്ങൾക്കിതിൽ ഏത് സംഭവിക്കുമെന്നാണ് തോന്നുന്നത് അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.